അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. എന്താണ് ആ മഹദി പറയുന്നത്? വല്ലാഹി മാ കാന ബി അക്സരിൻ നാസി സ്വലാത്തൻ വലാ ബി അക്സരിഹിം ഷിയാമൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം ധാരാളം നമസ്കാരമുള്ള, ധാരാളം നോമ്പുള്ള വ്യക്തിയായിരുന്നില്ല. വലാക്കിൻ, പക്ഷേ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹി മിൻ ഉമർ. തീർച്ചയായും അള്ളാഹുവിനെ ഇത്രത്തോളം ഭയപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ എന്നവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയുന്നു, ലക്കത് കാന യദ്കുറുല്ലാഹ ഫി ഫിറാഷിഹി. അദ്ദേഹം തൻ്റെ വിരിപ്പിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, ഫയൻതഫിലു ഇൻതിഫാദുൽ ഉസ്ഫൂരി മിൻ ഷിദ്ദത്തിൽ ഖൗഫ്. ഒരു കുരുവി കിടന്ന് വിറക്കും പോലെ അദ്ദേഹം തൻ്റെ കിടപ്പറയിൽ കിടന്ന്, വിരിപ്പിൽ കിടന്ന് വിറക്കുമായിരുന്നു എന്നാണ്. ഹത്താ നഖൂൽ, ഞങ്ങൾ പറയുമായിരുന്നു, ലയുസ്ബിഹന്നന്നാസു വല ഖലീഫത ലഹും. പ്രഭാതമായി കഴിഞ്ഞാൽ നമുക്ക് ഖലീഫ ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ പറയപ്പെടുമാറ് അത്രത്തോളം അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് അദ്ദേഹം തൻ്റെ വിരിപ്പിൽ കിടന്ന് വിറക്കുമായിരുന്നു എന്നാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, അള്ളാഹുവിനെ അത്രത്തോളം ഓർക്കുന്ന, സ്മരിക്കുന്ന, ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലേക്കാണ് തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മുടെ സ്വകാര്യതകളിൽ, നമ്മുടെ പരസ്യങ്ങളിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അത് എത്രത്തോളം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നത് ആത്മാർത്ഥമായി നമ്മളൊന്ന് വിലയിരുത്തുക. ആ വിലയിരുത്തലിലൂടെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും ഏറ്റവും നല്ല തഖ്വയുള്ളവരായി മാറാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.